Hi all, welcome to I+. ഞാൻ അക്ഷര. ഇന്ന് നമുക്ക് ഇംഗ്ലീഷ് പെഡഗോജി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ വർക്കൗട്ട് ചെയ്യും. ഏകദേശം നമ്മൾ എല്ലാ മേഖലയും ഒന്ന് കവർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇത്തവണയും നമ്മൾ 5 ചോദ്യങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ എത്ര ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് കൃത്യമായി കണ്ടെത്താൻ സാധിച്ചു എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്. A teacher asks her learners to write a paragraph on water. Then the learners start discussing what they have been taught in science and social science classes. Then they begin to write a paragraph on water. This is an example of. അപ്പോൾ സംഗതി ഇത്രയേ ഉള്ളൂ. ആദ്യം എന്താണ്, കുട്ടികളോട് എന്ത് ചെയ്തു, വാട്ടറിനെ കുറിച്ചൊരു പാരഗ്രാഫ് എഴുതാനായിട്ട് പറഞ്ഞു. Then the learners start discussing what they have been taught in science and social science classes. എന്നിട്ട് എന്ത് ചെയ്തു, ഈ പറഞ്ഞ സയൻസ് ആൻഡ് സോഷ്യൽ സയൻസ് ക്ലാസ്സസിൽ വാട്ടറിനെ കുറിച്ച് പഠിച്ച കാര്യങ്ങൾ അവർ ഡിസ്കസ് ചെയ്തു. Then they begin to write a paragraph on water. പിന്നെ പാരഗ്രാഫ് എഴുതി. അത് എന്തിൻ്റെ എക്സാമ്പിളാണ്? ലാംഗ്വേജ് ഇൻ യൂസ്, ലാംഗ്വേജ് ഓഫ് സയൻസ്, ലാംഗ്വേജ് അക്രോസ് കരിക്കുലം, കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്. എന്താണ് നമുക്കിവിടെ ആൻസർ വരിക? ഓൾറെഡി നമ്മൾ ഇവിടെ 2 കാര്യങ്ങൾ പറഞ്ഞു, സയൻസ് ആൻഡ് സോഷ്യൽ സയൻസ്. അപ്പം 3 കാര്യങ്ങൾ വന്നു അല്ലേ? ലാംഗ്വേജ് വന്നു, പിന്നെ എന്താ, സയൻസ് വന്നു, പിന്നെ സോഷ്യൽ സയൻസ് വന്നു. അപ്പം നോക്കിക്കേ, 3 കാര്യങ്ങൾ വന്നപ്പോൾ നമുക്ക് എന്താ, ലാംഗ്വേജ് അക്രോസ് കരിക്കുലം. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരൊറ്റ മേഖലയിൽ നിൽക്കാതെ കരിക്കുലത്തിൽ ക്രോസ് ആയിട്ട് എന്ത് ചെയ്തു, നമ്മൾ ഒരു ആക്ടിവിറ്റി കൊടുത്തതാണ്. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ലാംഗ്വേജ് ഇൻ യൂസ് എന്ന് വെച്ചാൽ ലാംഗ്വേജ് ഉപയോഗത്തിൽ കൊണ്ടുവരിക. ലാംഗ്വേജ് ഓഫ് സയൻസ് എന്ന് വെച്ചാൽ എന്താണ്, സയൻസിൻ്റെ ലാംഗ്വേജ്, ശാസ്ത്ര ഭാഷ എന്ന് നമ്മൾ പറയും. കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് എന്താണെന്ന് മുൻ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയാൻ നിൽക്കുന്നില്ല. തീർച്ചയായിട്ടും നമ്മുടെ സെക്ഷൻസ് കണ്ടുവന്നവർക്ക് ഇവിടെ ഡൗട്ടൊന്നും വരത്തില്ല. വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, നോക്കി വെച്ചോണേ, മറക്കരുത്. അടുത്ത ചോദ്യം. You were born and brought up in a village where everybody spoke Hindi and you too began using this language without going to any school. Later when you went to school you studied English, Sanskrit, Hindi and Urdu. Now you speak English very fluently. Now which is your first language? ഒരു കടങ്കഥ പോലെ ഉണ്ടല്ലേ? അപ്പം നോക്കിക്കേ, നിങ്ങൾ ഒരു ഗ്രാമത്തിൽ ഹിന്ദി സംസാരിക്കുന്ന ഒരു ഗ്രാമത്തിൽ മറ്റു സ്കൂളിലൊന്നും പോകാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്തു, ഹിന്ദി പഠിച്ചു. അതിനുശേഷം നിങ്ങൾ സ്കൂളിൽ പോയി ഇംഗ്ലീഷും സംസ്കൃതം ഹിന്ദിയും ഉറുദുവും പഠിച്ചു. ഇപ്പോൾ നിങ്ങൾ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ് ഏതാണ്? കറക്റ്റ് കടങ്കഥ പോലല്ലേ? ഒന്നുമില്ല, ജസ്റ്റ് എന്താണ്, സിമ്പിൾ കാര്യമാണ്. ക്വസ്റ്റ്യനൊക്കെ കാണുമ്പോൾ നമ്മൾ ഈ എന്തോ വലിയ സംഭവമാണെന്നൊക്കെ വിചാരിക്കും. ഫസ്റ്റ് ലാംഗ്വേജ് ഏതാണ്? ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് എല്ലാവരും സംസാരിക്കുകയും നമ്മുടെ ചുറ്റും കേൾക്കുകയും ചെയ്തുകൊണ്ട് സ്കൂളിൽ പോകാതെ, കോൺഷ്യസ് ആയിട്ട് പഠിക്കാതെ, സിസ്റ്റമാറ്റിക് സ്റ്റെപ്പ് ഫോളോ ചെയ്യാതെ നമ്മൾ അക്വയർ ചെയ്തെടുത്ത ഭാഷ ഈ കോണ്ടെക്സ്റ്റിൽ എന്താണിത്? ഹിന്ദിയാണ്. അപ്പോൾ ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് തന്നെ എപ്പോഴും ചോദിക്കണമല്ല. ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയാം, L1 എന്ന് പറയാം, പിന്നെന്ത് പറയാം, മദർ ടങ്, മാതൃഭാഷ എന്ന് പറയാം. ഏത് പറഞ്ഞാലും എന്താണ്, ഒന്ന് തന്നെയാണ് കേട്ടോ. മദർ ടങ് എന്ന് പറഞ്ഞാലും L1 എന്ന് പറഞ്ഞാലും ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാലും. പിന്നെ നമ്മൾ പിന്നീട് അക്വയർ ചെയ്തെടുക്കുന്ന ഭാഷയാണെങ്കിൽ അതിനെ എന്താണ്, സെക്കൻഡ് ലാംഗ്വേജ് അല്ലെങ്കിൽ L2 എന്ന് പറയും. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അതോടെ ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. A teacher brings real life objects like umbrella, raincoat, screwdriver, etc. to her class. She asks the learners to describe the objects in 2 or 3 sentences. The materials that the teacher brings in the classes is technically called. അപ്പോൾ നോക്കിയേ, ടെക്നിക്കലി ഈ ഒരു വസ്തുക്കളെ എന്താണ് പറഞ്ഞത്? എന്തൊക്കെ വസ്തുക്കളാണ് ടീച്ചർ ക്ലാസ് റൂമിൽ റിയൽ ലൈഫ് ഒബ്ജക്ട്സ് കൊണ്ടുവന്നു? എന്തൊക്കെയാണ്? അംബ്രല്ല, റെയിൻകോട്ട്, സ്ക്രൂ ഡ്രൈവർ ഒക്കെ കൊണ്ടുവന്നു. എൻ്റെ കുട്ടികളോട് എന്ത് പറഞ്ഞു? 2 or 3 സെൻറ്റൻസിൽ ഈ ഒബ്ജക്ട്സിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പോൾ എന്താണ്, ടീച്ചർ ഇത്തരത്തിൽ കൊണ്ടുവന്ന ആ ഒരു മെറ്റീരിയൽസിന് നമുക്ക് ടെക്നിക്കലി എന്ത് പേര് വിളിക്കുമെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ലാംഗ്വേജ് ഇൻപുട്ട്, ടീച്ചിങ് ഇൻസ്ട്രുമെൻറ്റ്, ടൂൾസ്, റിയലിയ. അപ്പം നോക്കിക്കേ, ഇവിടെ കൂടുതൽ ചിന്തിക്കാതെ നമുക്ക് ചോദ്യത്തിൽ നിന്ന് തന്നെ ഉത്തരം കണ്ടുപിടിക്കാം. നോക്കിക്കേ, റിയൽ ലൈഫ് ഒബ്ജക്ട്സ്. റിയൽ ലൈഫ് ഒബ്ജക്ട്സിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? റിയലിയ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം പഠിച്ചു വെച്ചോണം. നമുക്ക് ടീച്ചിങ് ഇൻസ്ട്രുമെൻ്റ് ആണ് അല്ലെങ്കിൽ ടീച്ചിങ് യൂസ് ചെയ്യുന്ന ടൂളാണെന്നൊക്കെ പറയാം. പക്ഷേ അതിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെക്നിക്കലി പറയുന്ന ടൈം റിയൽ ഒബ്ജക്റ്റ് ആണ്. ഈ പറഞ്ഞ പോലെ അംബ്രല്ല, റെയിൻകോട്ട്, സ്ക്രൂ ഡ്രൈവർ ഒക്കെ എന്താണ്, റിയൽ ഒബ്ജക്ട്സ് അല്ലേ? അപ്പോൾ അതിനെ പറയുന്ന പേരെന്താണ്? റിയലിയ എന്നാണ്. അടുത്ത ചോദ്യം.
To teach tens in your class, you use 2 pictures of the same person. One picture taken 15 years ago and another just clicked. You initiate a talk in the class about his present and past, his appearance, his habits. Now you are using. അപ്പോൾ നോക്കിക്കേ, ഒരു വ്യക്തിയുടെ 2 പിക്ചേഴ്സ് നമ്മളെ ക്ലാസ് റൂമിൽ കൊണ്ടുവരികയാണ്. One was taken 15 years ago. 15 കൊല്ലം മുമ്പ് എടുത്ത ഒരു ഫോട്ടോയും ഇപ്പോൾ എടുത്ത ഒരു ഫോട്ടോയും കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? You initiate a talk in the class about his present and past. ക്ലാസ്സിലൊരു ടോക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. എന്തിനെക്കുറിച്ചാണ്? ആ ചിത്രത്തിൽ കാണിച്ച വ്യക്തിയുടെ പാസ്റ്റിനെ കുറിച്ചും പ്രസൻറ്റിനെ കുറിച്ചും. അവിടെ നമ്മൾ ആ ഒരു ടോക്ക് ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അപ്പിയറൻസിനെ കുറിച്ചുള്ള കാര്യം പറയാനായിട്ട് പറയുന്നത്, അപ്പിയറൻസിനെ കുറിച്ച്, ഹാബിറ്റ്സിനെ കുറിച്ചും. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമർ, സ്ട്രക്ചറൽ ഗ്രാമർ, പെഡഗോജിക്കൽ ഗ്രാമർ, റൂൾ ബേസ്ഡ് ഗ്രാമർ. പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമർ ലാംഗ്വേജിൽ റൂൾസ്, ഗ്രാമറിലെ റൂൾസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണോ? സ്ട്രക്ചറൽ ഗ്രാമർ സ്ട്രക്ചറലായിട്ട് ഗ്രാമർ പഠിപ്പിക്കുന്നതാണോ? പെഡഗോജിക്കൽ ഗ്രാമറാണോ? റൂൾ ബേസ്, റൂൾ അനുസരിച്ച് ഗ്രാമർ പഠിപ്പിക്കുകയാണ്. എന്താ നമ്മളിവിടെ ചെയ്തത്? ഒരു പെഡഗോജിക്കൽ അപ്രോച്ച് അല്ലായിരുന്നു അത്. അപ്പോൾ കുട്ടി എന്താണ്, അവരും കൂടി ഇൻവോൾവ് ആയിക്കൊണ്ട് പാസ്റ്റും പ്രസൻറ്റും ഒക്കെ എന്താണ് അവർക്ക് സംസാരിക്കാൻ കഴിയുന്ന രീതിയിൽ അവരെ കൊണ്ടുവരാൻ വേണ്ടി നമ്മളൊരു ടെക്നിക്ക് കൊണ്ടുവന്നതാണല്ലേ. അപ്പോൾ അവിടെ കുട്ടിക്കല്ലേ പ്രാധാന്യം കൊടുത്തത്, കുട്ടിയോട് പറയുകയല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പെഡഗോജിക്കൽ അപ്രോച്ചാണ്. ഗ്രാമർ പാസ്റ്റും പ്രസൻറ്റും ഒക്കെ പഠിപ്പിക്കുന്നതാണ് ഗ്രാമറാണ്. അപ്പോൾ പെഡഗോജിക്കൽ ഗ്രാമറാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The statement that describes the knowledge, skills and attitudes that students should acquire by the end of a particular class or course come under teaching outcome, learning outcome, numeracy outcome, foundational literacy outcome. അപ്പോൾ നോക്കി, ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പല സെക്ഷനിലായിട്ട് ഇതേ കൺസെപ്റ്റ് തന്നെ കണ്ടു അല്ലേ. അപ്പോൾ സംഗതി ഇത്രയേ ഉള്ളൂ. ഒരു ക്ലാസ് കഴിയുമ്പോൾ ആ കുട്ടിക്ക് നോളജ്, സ്കിൽ ആൻഡ് ആറ്റിറ്റ്യൂഡ്, തീർച്ചയായിട്ടും നോളജ് നേടണം, സ്കില്ല് വരണം, അവരുടെ ആറ്റിറ്റ്യൂഡിൽ എന്താണ് കുറച്ച് ചേഞ്ചസും ഒക്കെ വരണം. അതെന്താണ്, അത് അക്വയർ ചെയ്തെടുക്കണം. ഒരു പെർട്ടിക്കുലർ ക്ലാസ് കഴിയുമ്പോൾ കുട്ടിക്ക് ഇന്ന കാര്യങ്ങൾ നേടാനായിട്ട് സാധിക്കണം. അതിനെ നമ്മൾ എന്താണ് പറയുന്നത്? ടീച്ചിങ് ഔട്ട്കം, ലേണിംഗ് ഔട്ട്കം, ന്യൂമറസി ഔട്ട്കം, ഫൗണ്ടേഷണൽ ലിറ്റററി ഔട്ട്കംസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. ഒബ്ജക്റ്റീവാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ക്ലാസ് തീരുമ്പോൾ അപ്പോൾ തന്നെ എന്ത് ചെയ്യണം? കുട്ടിയിലേക്ക് ഈ പറഞ്ഞ നോളജും സ്കില്ലും ആറ്റിറ്റ്യൂഡും ഒക്കെ കിട്ടണം. അല്ലാതെ ഈ വർഷം അവസാനം കിട്ടിയാൽ പോരാ, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെത്തുമ്പം കിട്ടിയാൽ പോരാ. എന്താണ്, ഈ ക്ലാസ് അവസാനിക്കുന്നതോട് കൂടി തന്നെ എന്ത് ചെയ്യണം? ആ ഒരു കാര്യം കുട്ടിയിൽ കിട്ടണം. ലെസൺ പ്ലാൻ എഴുതുമ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എഴുതിയ ആ ഒരു കാര്യം തന്നെ. എന്താണ് ആ ഒരു കാര്യം? അത് ലേണിംഗ് ഔട്ട്കമാണ്. ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഏരിയ പഠിക്കുന്നത് കൊണ്ട് കുട്ടിയിൽ വരേണ്ട ആ ഒരു നോളജ് ആവട്ടെ, സ്കില്ലാവട്ടെ, ആറ്റിറ്റ്യൂഡ് ആവട്ടെ, പോസിറ്റീവായിട്ടുള്ള എന്ത് ബിഹേവിയറൽ ചേഞ്ചും ആവട്ടെ, അതിനെ നമ്മൾ എന്താ പറയുക? ലേണിംഗ് ഔട്ട്കം. ഈ ഒരു കാര്യം പഠിച്ചത് കൊണ്ട് നേടിയ ആ ഒരു ഔട്ട്കം. അതൊരിക്കലും എയിമായിട്ടല്ല നമ്മൾ പറയുന്നത്. എന്താണ്? ഒബ്ജക്റ്റീവായിട്ടാണ് പറയുന്നത് അല്ലേ. ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടണം. അല്ലാതെ ഈ പറഞ്ഞ പോലെ ലോങ് ടേം ഗോളല്ല, പകരം എന്താണ്? ഷോർട്ട് ടേം ഗോളാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ലേണിംഗ് ഔട്ട്കം എന്ന് പറയുക. ഇപ്പോൾ ടീച്ചിങ് ഔട്ട്കം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പഠിപ്പിക്കുന്നത് കൊണ്ട് കിട്ടുന്ന ആ ഒരു രീതിയിലാണ്. ടീച്ചിങ് ഔട്ട്കം ഒന്നും ഒരിക്കലും നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുന്നതല്ല. നമ്മൾ പെഡഗോജിക്കൽ അപ്രോച്ചിൽ എപ്പോഴും എന്തിനാണ് പ്രാധാന്യം? ലേണിംഗ് ഔട്ട്കമിനാണ് പ്രാധാന്യം. ലെസൺ പ്ലാൻ എഴുതുമ്പോഴും നമ്മൾ ചേർക്കാറുണ്ടല്ലേ. ഈ ഒരു ചോദ്യം തന്നെ പല രീതിയിൽ നമ്മൾ കഴിഞ്ഞ സെക്ഷനിലൊക്കെ കണ്ടു അല്ലേ. ഈ പറഞ്ഞ ബിഹേവിയറൽ ചേഞ്ചിന് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ബിഹേവിയറൽ ചേഞ്ച് എന്തിൻ്റെ ഭാഗമാണ്? എന്താണ്? ലേണിംഗ് ഔട്ട്കമിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ ഒരു കാര്യം ഒരു ടോപ്പിക്ക് പഠിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് എത്തേണ്ട എന്താണ്? ഈ പർട്ടിക്കുലർ പോർഷൻ എൻ്റെ മുമ്പിലുള്ള വിദ്യാർത്ഥി പഠിക്കുന്നത് കൊണ്ട് ആ കുട്ടി എന്ത് നേടണം എന്നുള്ള ഒരു ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ബാക്കി എന്ത് കാര്യമാവട്ടെ, ഏത് മെത്തേഡ് യൂസ് ചെയ്യുന്നു, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, എന്തൊക്കെ ആക്ടിവിറ്റി കൊടുക്കുന്നു, എങ്ങനെയാണ് ഫോളോ അപ്പ് ആക്ടിവിറ്റി കൊടുക്കേണ്ടത്, എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതൊക്കെ എന്താണ് പിന്നെയാണ് വരുന്നത്. നമുക്ക് പ്രൈമായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന കാര്യം എന്താണ്? അത് മറ്റൊന്നുമല്ല, ലേണിംഗ് ഔട്ട്കമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. മറ്റൊരു സെക്ഷനുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.